ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ പോളിനോമിയൽസ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ അതുമായി ബന്ധപ്പെട്ട കുറെ ടേംസ് പഠിച്ചു. കൂടുതലും വൺ വേരിയബിൾ പോളിനോമിയൽസും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പോളിനോമിയൽസുമായി ബന്ധപ്പെട്ട പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാല്യൂ ഓഫ് എ പോളിനോമിയൽ. എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? വാല്യൂ ഓഫ് എ പോളിനോമിയൽ. എന്താണ് ഒരു പോളിനോമിയലിന്റെ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോ ഞാൻ ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്യാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x² പ്ലസ് 3x പ്ലസ് 5 ഒരു പോളിനോമിയൽ. ഈ പോളിനോമിയലില് എക്സിന് പകരം ഏതെങ്കിലും ഒരു റിയൽ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോളിനോമിയലിന് കിട്ടുന്ന റിയൽ നമ്പർ അല്ലെങ്കിൽ പോളിനോമിയൽ കിട്ടുന്ന വാല്യൂ, അതിനെയാണ് നമ്മൾ പോളിനോമിയലിന്റെ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പോളിനോമിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1ൽ ഈ പോളിനോമിയലിന്റെ വാല്യൂ എന്താണ്? എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് എന്നുള്ളത് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വരും? പി ഓഫ് 1 ആണ്. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സ് റീപ്ലേസ് 1 ആണെങ്കിൽ ഇവിടെയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? 1 കൊടുക്കണം. അപ്പൊ 2 into 1 square പ്ലസ് 3 into 1 പ്ലസ് 5. ഓക്കെ, 2 into 1 square എന്ന് പറയുമ്പോൾ 2 ആണ്. 2 plus 3 plus 5 is equal to 10. അപ്പോ x equal to 1ൽ ഈ പോളിനോമിയലിന്റെ വാല്യൂ എന്താണ്? 10 ആണ്. x equal to ഇപ്പോ -1 ആണ് കൊടുത്തതെങ്കിലോ, x equal to -1 ആണെങ്കിൽ p of -1 is equal to 2 into -1 square plus 3 into -1 plus 5 എന്ന് വരും. ഒന്നുമില്ല, എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വാല്യൂ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ പോളിനോമിയലിൽ കിട്ടുന്ന വാല്യൂ, അതാണ് വാല്യൂ ഓഫ് പോളിനോമിയൽ ഉദ്ദേശിക്കുന്നത്. -1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 1 into 2 എന്ന് പറയുന്നത് 2 കിട്ടും. 3 into -1 -3 ആണ്. പ്ലസ് 5 5 plus 2 7 7 minus 3 എന്ന് പറയുന്നത് 4 എന്ന് നമുക്ക് ആൻസർ. അപ്പൊ x equal to 1ൽ ഈ പോളിനോമിയലിന്റെ വാല്യൂ 10 ഉം x equal to -1ൽ ഈ പോളിനോമിയലിന്റെ വാല്യൂ 4 ഉമാണ് കിട്ടുന്നത്. ഓക്കെ ആണോ? പിടി കിട്ടുന്നുണ്ടോ? ശരി. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നമ്മുടെ ടെക്സ്റ്റില് ഇത് പറയുന്നത് വാല്യൂ ഓഫ് പോളിനോമിയലിനേക്കാൾ ടെക്സ്റ്റിൽ പറയുന്നത് സീറോ ഓഫ് പോളിനോമിയൽ. അപ്പൊ എന്താണ് സീറോ ഓഫ് പോളിനോമിയൽ? ഈ വാല്യൂ ഓഫ് പോളിനോമിയലിൽ നിന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ സീറോ ഓഫ് പോളിനോമിയൽ. അതായത് ഒരു പോളിനോമിയൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് എക്സിന് ഏതെങ്കിലും വാല്യൂ കൊടുക്കുമ്പോൾ പോളിനോമിയലിന്റെ വാല്യൂ 0 ആയി പോവുകയാണെന്നിരിക്കട്ടെ. പോളിനോമിയലിന്റെ വാല്യൂ 0 ആയി പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പോളിനോമിയലിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂവിനെ പോളിനോമിയലിനെ എന്ന് വിളിക്കാം? 0 എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് സീറോ ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത്? വാല്യൂ ഓഫ് പോളിനോമിയൽ മാറിയിട്ട് നമുക്ക് എന്താണ്? 0 ഓർ സീറോസ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിന് ചിലപ്പോ ഒന്നോ അതിൽ കൂടുതലോ സീറോസ് കാണാം, ചില കേസുകളിൽ സീറോസ് കാണാതിരിക്കാം, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഒരു പോളിനോമിയൽ ആണ്. ഈ പോളിനോമിയലില് എന്ത് ചെയ്യുന്നുണ്ട്? ഞാനൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ 2x² മൈനസ് 5x പ്ലസ് 3 ഒരു പോളിനോമിയൽ. ഈ പോളിനോമിയൽ ഞാൻ x is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ p of 1 is equal to 2 into 1 square minus 5 into 1 plus 3. That is 2 minus 5 plus 3 equal to 0 എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ, ഇതും വാല്യൂ തന്നെയാണ്. പക്ഷെ അതിൽ തന്നെ പോളിനോമിയലിന്റെ വാല്യൂ എപ്പോഴാണോ 0 ആകുന്നത് അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ നമ്പറിനെ പോളിനോമിയലിന്റെ 0 എന്ന് വിളിക്കും. ഹിയർ x equal to 1 is a 0 of the given polynomial 2x² minus 5x plus 3. 2x² minus 5x plus 3 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു 0 ആണ് x equal to 1 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് x equal to -1 എന്ന് കൊടുത്തു നോക്കാം. x equal to -1 കൊടുത്ത് എന്ത് സംഭവിക്കും? x equal to -1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ p of -1 എന്ന് പറയുമ്പോൾ 2 into -1 square minus 5 into -1 plus 3 equal to 2 into -1 square എന്ന് വെച്ചാൽ 1 ആണ്. 2 into 1 2, 5 into -1 -5, 12 ചേർത്ത് പ്ലസ് 5 ആകും, പ്ലസ് 3 equal to 10. അപ്പൊ ഇവിടെ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 10 ആയിട്ടത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore x equal to -1 is not a 0 of the polynomial. അപ്പോൾ 0 ആണെന്നും അല്ലെന്നും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി?
വാല്യൂ ഓഫ് പോളിനോമിയൽ കണ്ടുപിടിച്ചാൽ മതി. എപ്പോഴാണോ വാല്യൂ ഓഫ് പോളിനോമിയൽ 0 ആകുന്നത് അന്നേരം നമ്മൾ എക്സിന് പകരം റീപ്ലേസ് ചെയ്ത റിയൽ നമ്പർ ഏതാണോ അത് ആ പോളിനോമിയലിന്റെ 0 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഒരു പോളിനോമിയലിന് അതിന്റെ ഡിഗ്രി ഒക്കെ അനുസരിച്ചിട്ട് അതിന്റെ സീറോസിന്റെ എണ്ണം കൂടുകയും കുറയുകയൊക്കെ ചെയ്യാറുണ്ട്. ചില കേസുകളിൽ പോളിനോമിയൽസ് 0 വരാതിരിക്കുകയും ചെയ്യും. ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലിന് 0 എക്സിസ്റ്റ് ചെയ്യത്തില്ല. കോൺസ്റ്റന്റ് പോളിനോമിയൽസിന് എന്തില്ല? സീറോസ് ഇല്ല. കാര്യം നമ്മൾ ഏത് വാല്യൂ എടുത്താലും ആ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ വാല്യൂ എന്ത് തന്നെയാണോ ആ കോൺസ്റ്റന്റ് തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേപോലെ 0 പോളിനോമിയൽ ആണെങ്കിൽ എല്ലാ റിയൽ നമ്പേഴ്സും ആ പോളിനോമിയലിന്റെ സീറോസ് ആയിരിക്കും. ഉദാഹരണത്തിന് കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 5. എക്സിന് 1 കൊടുത്താലും 2 കൊടുത്താലും 3 കൊടുത്താലും 4 കൊടുത്താലും ഇനി എന്ത് കൊടുത്താലും ഇതിന്റെ വാല്യൂ എന്തേ വരത്തുള്ളൂ? 5 എടുത്തുള്ളൂ. അതുകൊണ്ട് ദിസ് പോളിനോമിയൽസ് ഹാസ് നോ സീറോസ്. എന്നാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന 0 പോളിനോമിയൽ എടുത്തുന്നിരിക്കട്ടെ. എക്സിന് 1ഓ 2ഓ 3ഓ 4ഓ 5ഓ എന്ന് വേണ്ട എന്ത് √2ഓ എന്ത് ചെയ്യുന്നുണ്ട് 1/2ഓ പൈയോ എന്ന് വെച്ചാൽ എന്ത് കൊടുത്താലും റാഷണലോ ഇറാഷണലോ ആയിട്ടുള്ള ഏത് നമ്പർ കൊടുത്താലും ഇതിന്റെ വാല്യൂ എന്തേ കിട്ടത്തുള്ളൂ? സീറോസ് കിട്ടും. ഏത് റിയൽ നമ്പർ കൊടുത്താലും ഇവിടെ എന്ത് കിട്ടും? 0 കിട്ടും. സോ എവരി റിയൽ നമ്പർ ഈസ് എ 0 ഓഫ് 0 പോളിനോമിയൽ. ഓക്കെ ആണല്ലോ. കോൺസ്റ്റന്റ് പോളിനോമിയൽസിന് 0 ഇല്ല. പക്ഷെ 0 പോളിനോമിയലിന് എന്തുണ്ട്? എല്ലാ റിയൽ നമ്പേഴ്സും അതിന്റെ 0 ആയിട്ട് ആക്കി. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ശരി, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സീറോസ് കണ്ടുപിടിക്കുന്ന രീതി. അപ്പോ നമ്മള് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് വിളിക്കായിരുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ സീറോസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ആണ് അല്ലെ? ആ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറി? അത് ഇക്വേഷൻ, അത് 0 പോളിനോമിയൽ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ, ഉദാഹരണത്തിന് 2x² - 5x + 3 എന്ന് പറയുന്ന പോളിനോമിയല്ലേ ഞാൻ ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുത്തു. എന്ന് വെച്ചാൽ 2x² - 5x + 3 ഈക്വൽ ടു 0 എന്ന് എഴുതിയപ്പോൾ ഇത് എന്തോമായിട്ട് മാറി? ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാറി. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ് അത് ഈ പോളിനോമിയലിന്റെ എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനെ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷന്റെ? ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എല്ലാ ലീനിയർ ഇക്വേഷനും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയിക്കാം. അപ്പോ ലീനിയർ പോളിനോമിയൽസിന്റെ സീറോസ് കണ്ടുപിടിക്കാൻ അന്നേരം എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ ലീനിയർ പോളിനോമിയൽ എടുത്തു. ഒരു പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x + 5 ആണെന്ന് ഇരിക്കട്ടെ. ഇതിന്റെ സീറോസ് എന്താണ്? എക്സിന് വരെ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ 0 കിട്ടുന്നത് വെച്ചാൽ നമുക്ക് 1 2 3 കൊടുത്തു നോക്കാൻ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ചിലപ്പോ. അതിനേക്കാൾ എളുപ്പം നമ്മൾ എടുക്കുന്നു ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു വെച്ചാൽ 2x + 5 ഈക്വൽ ടു 0. ഇപ്പൊ 2x ഈക്വൽ ടു -5, x ഈക്വൽ ടു -5/2. ഈ x ഈക്വൽ ടു -5/2 ആയിരിക്കും ഈ പോളിനോമിയലിന്റെ സീറോ. ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നത് ഏത് പോളിനോമിയലിന്റെ ഉള്ളൂ? ലീനിയർ പോളിനോമിയലിന്റെ മാത്രമേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷൻസ് മാത്രമേ ഈ ഒരു അവസരത്തിൽ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് 1 വേരിയബിൾ ലീനിയർ പോളിനോമിയൽ. നമുക്കിപ്പോ 1 വേരിയബിൾ ഉള്ള പോളിനോമിയൽസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് -5/2 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പി ഓഫ് -5/2 എന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സിന് പകരം -5/2 + 5. ഇവിടെ 2 2 ക്യാൻസൽ ചെയ്താൽ -5 + 5 എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം പി ഓഫ് എക്സ് ഈക്വൽ ടു ax + b ആണ് ഒരു ലീനിയർ പോളിനോമിയൽ. ഓക്കെ, അങ്ങനെയുള്ള ലീനിയർ പോളിനോമിയലിന്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ax + b ഈക്വൽ ടു 0, ax ഈക്വൽ ടു -b, x ഈക്വൽ ടു -b/a. x ഈക്വൽ ടു -b/a ഈസ് a 0 ഓഫ് ദ പോളിനോമിയൽ ax + b. നിങ്ങൾ ഇങ്ങനെ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ നമ്മള് വാല്യൂ ഓഫ് പോളിനോമിയൽ പറഞ്ഞു, 0 ഓഫ് പോളിനോമിയൽ പറഞ്ഞു, അതേപോലെ ലീനിയർ പോളിനോമിയലിൽ 0 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ നോക്കി, ഒരു പോളിനോമിയലിനെ അതിന്റെ കറസ്പോണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്? ആ പോളിനോമിയലിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇക്വേഷൻ ആയിട്ട് മാറും. ആ ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്സ് പോളിനോമിയലിന് എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ കോൺസ്റ്റന്റ് പോളിനോമിയലിന് 0 ഇല്ല എന്ന് പറഞ്ഞു. അതേപോലെ 0 പോളിനോമിയലിന് എല്ലാ റിയൽ നമ്പേഴ്സും അതിന്റെ 0 ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഇതൊരു ചെറിയ സെക്ഷൻ ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇനി നമ്മൾ ലീനിയർ പോളിനോമിയലിന്റെ കേസ് പറഞ്ഞപ്പോ x ഈക്വൽ ടു -b/a എന്ന് പറഞ്ഞു. എപ്പോഴും ലീനിയർ പോളിനോമിയലിന് ഒറ്റ ഒരു 0 മാത്രമേ കാണത്തുള്ളൂ. എല്ലാ ലീനിയർ പോളിനോമിയലിനും ഒരു 0 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നിൽ കൂടുതൽ 0. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, ഒന്നിൽ കൂടുതൽ സീറോസ് ഒക്കെ വരുമോ?
വരും. ചില പോളിനോമിയൽസിന് ഒന്നിൽ കൂടുതൽ സീറോസ് വരും. ഇപ്പൊ നോക്കുക, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുക്കുന്നു. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഞാൻ പി ഓഫ് 2 കണ്ടുപിടിക്കുന്നു. പി ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6 എത്ര കിട്ടും? 4 മൈനസ് 10 പ്ലസ് 6 എത്ര കിട്ടും? വാല്യൂ 0. Therefore, x is equal to 2 is a 0 of p of x. p of x ന്റെ ഒരു 0 ആണ് ഏതാ? x equal to 2. ഞാൻ p of 3 കണ്ടുപിടിക്കുന്നു. p of 3 കണ്ടുപിടിക്കുമ്പോൾ 3 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 3 പ്ലസ് 6 equal to 9 മൈനസ് 15 പ്ലസ് 6. 9 പ്ലസ് 16 എന്ന് പറയുന്നത് 9 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 മൈനസ് 15 0 കിട്ടും. Therefore, നമുക്ക് എന്താ എഴുതാം? x equal to 3 is also a 0 of p of x. p of x ന്റെ ഒരു 0 ആയിട്ട് എന്ത് മാറും? x equal to 3 എന്ന് പറയുന്ന പോളിനോമിയലും ഇതിന്റെ ഒരു 0 ആയിട്ട് ആക്റ്റീവ്. പിടികിട്ടുന്നുണ്ടോ? അപ്പോ ഇവിടെ തന്നെ ഉണ്ട്, ഒരു പോളിനോമിയലിന് 2 സീറോസ് വന്നു. എന്നാൽ ലീനിയർ പോളിനോമിയൽ ആണോ അതിന് ഒരൊറ്റ 0 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അടുത്ത എക്സസൈസിന് മുൻപായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത എക്സസൈസിലേക്ക് പോകാം. എക്സസൈസ് 2.2. എക്സസൈസ് 2.2 എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ 5x മൈനസ് 4x സ്ക്വയർ പ്ലസ് 3 അറ്റ് ഒരു 3 കണ്ടീഷൻ. x equal to 0, x equal to -1, x equal to 2. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൽ ഞാൻ p of x ചൂസ് ചെയ്യാണ്. p of x is equal to തന്നിരിക്കുന്നത് 5x മൈനസ് 4x സ്ക്വയർ 5x മൈനസ് 4x സ്ക്വയർ പ്ലസ് 3. ഓക്കെ ആണല്ലോ. അറ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് x is equal to 0 അപ്പൊ p of 0 കണ്ടുപിടിക്കുന്നു. p of 0 എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ 5 into 0 മൈനസ് 4 into 0 സ്ക്വയർ പ്ലസ് 3. ഇത് 0 ആയിപ്പോ വാല്യൂ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അതിൽ തന്നെ നമുക്ക് പോളിനോമിയൽസിനകത്ത് x equal to 0 വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, അവിടുത്തെ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ x is equal to -1. x equal to -1. That is p of -1 കണ്ടുപിടിക്കുന്നു. 5 into -1 minus 4 into -1 into square plus 3. 5 into -1 എന്ന് വെച്ചാൽ -5 ആണ്. ഇവിടെയാണെങ്കിൽ -1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എത്ര? 1 into -4 -4 plus 3. -5 -4 എന്ന് വെച്ചാൽ -9 ആണ്. -9 plus 3 എന്ന് പറയുന്നത് -6 എന്ന് കിട്ടും. അപ്പോൾ x equal to -1 അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -6 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? x equal to 2 വാല്യൂ. x equal to 2. p of 2 കണ്ടുപിടിക്കുന്നു. p of 2 എന്ന് പറയുന്നത് 5 into 2 minus 4 into 2 square plus 3. 5 into 2 10. 2 square 4 ആണ്. 4 into 4 16 plus 3. 10 plus 3 13 ആണ്. 13 minus 16 എന്ന് പറഞ്ഞാൽ -3 എന്ന ഇതിന്റെ വാല്യൂ കിട്ടുന്നുണ്ടോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എക്സസൈസ് 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അവിടെയും കുറെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെയും p of 0, p of 1, p of 2 കണ്ടുപിടിക്കുകയാണ് ഓരോ പോളിനോമിയൽസും. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നില്ല, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനും ലാസ്റ്റ് ക്വസ്റ്റ്യനും ചെയ്യാം. അതെ, ഫസ്റ്റ് p of y തന്നിട്ടുണ്ട്. p of y is equal to p of y ആയിട്ട് തന്നിരിക്കുന്നത് y സ്ക്വയർ മൈനസ് y പ്ലസ് 1 ആണ്. y സ്ക്വയർ മൈനസ് y പ്ലസ് 1. ഇത് സെക്കൻഡിന്റെ ഫസ്റ്റ് വൺ ആണ്. ഒരു കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് p of 0, p of 1, p of 2 ആണ്. p of 0 കണ്ടുപിടിക്കുന്നു. p of 0 നമുക്ക് ചെയ്തതിന് മുമ്പേ അറിയാം, ആൻസർ ആയിരിക്കും 1 ആയിരിക്കും. ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. 0 സ്ക്വയർ മൈനസ് 0 പ്ലസ് 1 ഈക്വൽ ടു 1. അടുത്തത് p of 1 അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്. p of 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ മൈനസ് 1 പ്ലസ് 1. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് 1 0, 0 പ്ലസ് 1 എന്ന് പറയുന്നത് 1. ഓക്കെ ആണല്ലോ. അടുത്ത p of 2 അല്ലേ? p of 2 എന്ന് പറയുന്നത് 2 സ്ക്വയർ മൈനസ് 2 പ്ലസ് 1. 2 സ്ക്വയർ 4 ആണ്. 4 മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുന്നത് 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 കിട്ടും. ഓക്കെ ആണല്ലോ. ഇതിന്റെ വാല്യൂ 3. ഓക്കെ, നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫോർത്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ p of x എന്ന് പറയുന്നത് x മൈനസ് 1 ഇൻറ്റു x പ്ലസ് 1 ആണ്. p
പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ. ഓക്കെ, ഇത് ഫസ്റ്റ് പിടികിട്ടിയല്ലോ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ. ഓക്കെ, നമുക്ക് പി ഓഫ് സീറോ കണ്ടുപിടിക്കുന്നു. പി ഓഫ് സീറോ എന്ന് പറയുന്നത് സീറോ മൈനസ് വൺ ഇൻറ്റു സീറോ പ്ലസ് വൺ. ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണം, ഡയറക്റ്റ് ആയി ചെയ്താൽ മതി. അപ്പം മൈനസ് വൺ ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടും. പി ഓഫ് സീറോയുടെ വാല്യൂ എത്ര കിട്ടുന്നത്? മൈനസ് വൺ. പി ഓഫ് വൺ അല്ലേ അടുത്ത് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ വൺ മൈനസ് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ, ദാറ്റ് ഇസ് സീറോ ഇൻറ്റു ടു ഈക്വൽ ടു സീറോ കിട്ടും. അടുത്തത് പി ഓഫ് ടു ആണെങ്കിലോ 2 minus 1 into 2 plus 1. 2 minus 1 1 ആണ്, 1 into 3 equal to 3 എന്നും. P of 0 minus 1 എന്നും P of 1 0 എന്നും P of 2 എന്ന് പറയുന്നത് 3 എന്നും ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റിനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റിനും ഇതേപോലെ ഏകദേശം ഒരു 8 ക്വസ്റ്റുകളും കിടപ്പുണ്ട്. അതും ഒരേ ടൈപ്പ് ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വെരിഫൈ വെദർ ദ ഫോളോയിങ് ആർ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഇൻഡിക്കേറ്റഡ് അഗൻസ്റ്റ് ദം. ഒരു പോളിനോമിയൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തില് ഒന്നോ രണ്ടോ വാല്യൂസ് ഒക്കെ എക്സിന്റെ കുറെ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന വാല്യൂസ് ആ പോളിനോമിയലിന്റെ സീറോ ആണോ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിന് പകരം ആ വാല്യൂ കൊടുത്തിട്ട് പോളിനോമിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. കിട്ടുന്ന ആൻസർ സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന വാല്യൂ ആ പോളിനോമിയലിന്റെ സീറോ ആയിരിക്കും, ഇല്ലെങ്കിൽ സീറോ ആയിരിക്കത്തില്ല. ഓക്കെ, നമുക്ക് എന്റെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം. പി ഓഫ് എക്സ് ഈക്വൽ ടു, അപ്പോ തേർഡിന്റെ ഫസ്റ്റ് വൺ, P of x equal to 3x plus 1. 3x plus 1 ആണ് അവർ കൊടുത്തിരിക്കുന്നത്. x equal to minus 1/3 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. x equal to minus 1/3. അപ്പൊ P of minus 1/3 കണ്ടുപിടിക്കുക. P of minus 1/3 വെച്ചാൽ 3 into x ന് പകരം ആ വാല്യൂ minus 1/3 plus 1. 3യും 3യും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ minus 1 plus 1 equal to 0. Minus 1 plus 1 is equal to 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Therefore x equal to minus 1/3 is a zero of the polynomial. Zero of P of x എന്ന് എഴുതിയാൽ മതി. P of x ന്റെ ഒരു സീറോ ആണ്, x equal to minus 1/3. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ P of x equal to 5x minus pi ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, P of x equal to 5x minus pi. അവിടെ x ന് കൊടുത്തിരിക്കുന്ന വാല്യൂ 4/5 ആണ്. ഓക്കെ, അപ്പൊ P of 4/5 കണ്ടുപിടിക്കുന്നു. അപ്പൊ 5 into എക്സിന് പകരം 4/5 മൈനസ് 5. ഓക്കെ ആണല്ലോ? അപ്പൊ എന്ത് കിട്ടും? 5 ക്യാൻസൽ ആയി 4 മൈനസ് 5 എന്ന് കിട്ടും. 4 മൈനസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 അല്ലേ? ജസ്റ്റ് നോട്ട് വേണമെങ്കിൽ എഴുതാൻ നോട്ട് ഈക്വൽ ടു 0. Therefore x equal to 4/5 is not a zero of P of x. P of x ന്റെ സീറോ അല്ല ഏതാ? x equal to 4/5 എന്ന് പറയുന്നത്. ഓക്കെ, അവിടുന്ന് ഞാൻ തേർഡ് ചെയ്യുന്നില്ല. ഫോർത്ത് ക്വസ്റ്റിനിലേക്ക് വരുന്നു. ഏകദേശം എല്ലാം ഒരേ ടൈപ്പ് തന്നെയാണ്, സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഫോർത്ത് ക്വസ്റ്റിനിലേക്ക് വരുമ്പോഴാ ഫോർത്ത് ക്വസ്റ്റ്യൻ, P of x equal to x minus 1 into x minus 2. Sorry, x plus 1 into x minus 2. P of x equal to x plus 1 into x minus 2. ഇതാണ് P of x. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇപ്പൊ നമ്മള് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു? പിന്നെ വാല്യൂസ് തന്നിരിക്കുന്നത് x equal to -1 എന്നും 2 എന്നും തന്നിട്ടുണ്ട്. x equal to -1, x equal to 2 രണ്ടും കൊടുത്തു നോക്കാം. P of -1 equal to -1 plus 1 into -1 minus 2. എന്താ കിട്ടുന്നത്? 0 into, അപ്പോഴത്തെ നമുക്ക് അറിയാം 0 into ഇവിടെ -3 equal to 0. Therefore x equal to, അടുത്തോടെ ചെയ്ത് കണ്ടുപിടിച്ച് നോക്കാം. P of 2 കൂടെ കണ്ടുപിടിച്ചേക്കാം. P of 2 എന്ന് പറയുമ്പോൾ 2 plus 1 into 2 minus 2. It is 3 into 0 equal to 0. അപ്പൊ P of -1 ഉം 0 ആയിട്ട് കിട്ടി, P of 2 ഉം 0 ആയിട്ട് കിട്ടി. Therefore x equal to -1 and x is equal to 2 are zeros of P of x. P of x ന്റെ 0 ആയിട്ട് ഏതൊക്കെ വരും? x equal to -1 ഉം വരും, x equal to
2 വരും. ഓക്കെ, 6th ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്കത് കഴിഞ്ഞിട്ട് വേരിയബിൾസ് വാല്യൂ ആയിട്ട് തന്നതുകൊണ്ട് അതങ്ങ് ചെയ്യാം. 6th ക്വസ്റ്റ്യൻ വരുമ്പോഴ പി ഓഫ് എക്സ് ഈക്വൽ ടു എൽ എക്സ് പ്ലസ് എം ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എൽ എക്സ് പ്ലസ് എം. എക്സിന്റെ വാല്യൂ ആയിട്ട് തന്നിരിക്കുന്നത് മൈനസ് എം ബൈ എൽ ആണ്. മൈനസ് എം ബൈ എൽ. അപ്പൊ നമ്മൾ ചെയ്യുന്നു പി ഓഫ് മൈനസ് എം ബൈ എൽ കണ്ടുപിടിക്കുന്നു. അപ്പോ എൽ ഇൻറ്റു എക്സിന് പകരമാണ് ഈ വാല്യൂ റീപ്ലേസ് ചെയ്യുന്നത്. മൈനസ് എം ബൈ എൽ പ്ലസ് എം. എൽ എൽ ക്യാൻസൽ ആവും. എന്ത് കിട്ടും? മൈനസ് എം പ്ലസ് എം ഈക്വൽ ടു 0. ഓക്കെ ആണോ? അപ്പോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? therefore x is equal to minus m by l is a 0 of p of x. p of x ന്റെ ഒരു 0 ആണ്. ഏതാ? x equal to minus m by l. ഓക്കെ ആണോ? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. p of x equal to 3x square minus 1. p of x equal to 3x square minus 1. ഇറാഷണൽ നമ്പർ വരുന്നോണ്ട് അത് ചെയ്യുന്നത് 3x square minus 1. അവിടെ x is equal to രണ്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൈനസ് 1 ബൈ റൂട്ട് 3യും അതേപോലെ 2 ബൈ റൂട്ട് 3. ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പി ഓഫ് മൈനസ് 1 ബൈ റൂട്ട് 3 ഒന്ന് നോക്കാം. 3 ഇൻറ്റു മൈനസ് 1 ബൈ റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. റൂട്ട് 3യുടെ സ്ക്വയർ 3 ആണ്. മൈനസ് 1 3 3 ക്യാൻസൽ ആയി. 1 മൈനസ് 1 ഈക്വൽ ടു 0. അപ്പൊ മൈനസ് 1 ബൈ റൂട്ട് 3 എന്തായി? 0 ആയി. പി ഓഫ് 2 ബൈ റൂട്ട് 3 ആണെങ്കിലോ 3 ഇൻറ്റു 2 ബൈ റൂട്ട് 3യുടെ സ്ക്വയർ മൈനസ് 1. 3 ഇൻറ്റു 2ന്റെ സ്ക്വയർ 4, റൂട്ട് 3യുടെ സ്ക്വയർ 3 മൈനസ് 1. ഇത് രണ്ടുകൂടെ ക്യാൻസൽ ആവും. 4 മൈനസ് 1 ഈക്വൽ ടു 3 എന്ന് വരും. 4 മൈനസ് 1 ഈക്വൽ ടു 3. ഇത് 0 ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore x is equal to minus 1 by root 3 is a 0 of p of x, but x is equal to 2 by root 3 is not a 0 of p of x. അവിടെ മൈനസ് 1 ബൈ റൂട്ട് 3 പി ഓഫ് എക്സിന്റെ ഒരു 0 ആണ്. പക്ഷെ 2 ബൈ റൂട്ട് 3 പി ഓഫ് എക്സിന്റെ എന്തല്ല? 0 അല്ല. ഓക്കെ ആണോ? തൽക്കാലം നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. 4th ക്വസ്റ്റ്യനിലേക്ക് വരാം. 4th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കുറെ ലീനിയർ പോളിനോമിയൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലീനിയർ പോളിനോമിയൽസിന്റെ സീറോസ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ പറഞ്ഞ എങ്ങനെയാ ലീനിയർ പോളിനോമിയലിന്റെ സീറോ കണ്ടുപിടിക്കുന്നത്? വളരെ എളുപ്പമാണ്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4th ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഞാൻ പറഞ്ഞു എങ്ങനെയാ സീറോസ് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ലീനിയർ പോളിനോമിയലാണോ അത് ഈക്വൽ ടു 0 എന്ന് എടുത്താൽ മതി. അപ്പൊ ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5. ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് എഴുതിക്കോളൂ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് ഈക്വൽ ടു മൈനസ് 5 ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ്. ഇത് ലീനിയർ പോളിനോമിയൽ നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളേ, ഡയറക്റ്റ് ചെയ്യാം. പിന്നെ ക്വാഡ്രാറ്റിക്കിനൊക്കെ പറ്റും, പക്ഷെ സോൾവ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മൾ 10th ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യാൻ പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 5. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 5. എന്ത് ചെയ്യുന്നുണ്ട്? അതും ഇതുപോലെ തന്നെ മെത്തേഡിന് മാറ്റമൊന്നുമില്ല. ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 5 ഈക്വൽ ടു 0. അതിന് 2x is equal to minus 5, x is equal to minus 5 by 2. ഓക്കെ ആണല്ലോ? x equal to minus 5 by 2 എന്ന് അതിന്റെ മൈനസ് ബി ബൈ നമുക്ക് അവിടെ കിട്ടിയില്ലേ? അതേപോലെ ഇവിടെ നിങ്ങൾ അത് നോക്കണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു പോകാം. എന്നിട്ട് എടുത്ത് എഴുതണം therefore x is equal to minus 5 by 2 is a 0 of p of x. ഈ പോളിനോമിയലിനെ സംബന്ധിച്ചിട്ട് ഇത് മാത്രമേ 0 ആയിട്ട് വരത്തുള്ളൂ. കാര്യം ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ഒരൊറ്റ 0 വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x. 5th ക്വസ്റ്റ്യനിലേക്ക് വരാം.
ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 3x. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നുണ്ട്. അതും അതുപോലെ തന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ 3x ഈക്വൽ ടു 0, then x is equal to 0/3 which is equal to 0. അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് 0 വെക്കണമെങ്കിൽ x ഈക്വൽ ടു എന്ത് ചെയ്യുന്നുണ്ട്? 0 ആണ്. x is equal to 0 is a 0 of p of x. p of x ന്റെ 0 ആയിട്ട് ഏതാ വരുന്നത്? x ഈക്വൽ ടു 0 എന്ന് പറയുന്ന വാല്യൂ ആണ്, റിയൽ നമ്പർ ആണ്. ഓക്കെ, അങ്ങനെ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം. 7th ക്വസ്റ്റിനിലേക്ക് വരുന്നു. p of x equal to cx plus d. cx plus d ആണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എടുക്കുന്നു ലെറ്റ് p of x equal to 0. ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ജനറൽ അതായത് ആർബിട്രറി കോൺസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ പറയാം, അത് വിട്ടേക്കാം. നിങ്ങൾ അങ്ങനെ ലെറ്റേഴ്സ് വെച്ച് വന്നുകൊണ്ട് അത് എടുക്കാം. അപ്പൊ cx plus d equal to 0. ഇതാണ് വേരിയബിൾ ആയിട്ട് എടുക്കുന്നത്, ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ cx equal to minus d, x is equal to minus d by c. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore x is equal to minus d by c is a 0 of p of x. p of x ന്റെ ഒരു 0 ആയിട്ട് ഏത് വരാം? x is equal to minus d by c. ഓക്കെ, പിടികിട്ടുന്നുണ്ടോ? അപ്പം ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള സെക്ഷൻ പോളിനോമിയലിന്റെ വാല്യൂ ഓഫ് പോളിനോമിയൽ, 0 ഓഫ് എ പോളിനോമിയൽ. ഈ സെക്ഷനും ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.